due to the applied loading, the element at point A on a solid shaft in figure is subjected to the state of stress shown. Determine the principal stresses acting at this point. അപ്പോൾ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റിന്റെ മുകളിൽ പല ടൈപ്പ് ലോഡിംഗ് ഉണ്ട്, ബെൻഡിങ്, റൊട്ടേഷൻ, ടോർക്ക് ഉണ്ട്, ബെൻഡിങ് മൂവ്മെന്റ് ഉണ്ട്, ദെൻ ഒരു അപ്ലൈഡ് ലോഡ് ഉണ്ട്. ബിക്കോസ് ഓഫ് ഓൾ ദീസ് എഫക്ട്സ് ഒരു പോയിന്റ് എയിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ വാല്യൂസ് ആണ് ഈ തന്നിട്ടുള്ളത്. സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് പോയിന്റ് എ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, നൗ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. അതായത് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ 1, ദ മാക്സിമം മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അറ്റ് ദ സെയിം ടൈം മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഇനി ഇത് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ, ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ആയതുകൊണ്ട് തീറ്റ കണ്ടുപിടിച്ചാൽ മതി. തീറ്റ പ്രിൻസിപ്പൽ പ്ലെയിൻ ആക്ട് ചെയ്യുന്ന പ്ലെയിൻ തീറ്റ P1 ആൻഡ് തീറ്റ P2, ഇത് രണ്ടും കണ്ടുപിടിക്കണം യൂസിങ് മോർ സർക്കിൾ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ഒരു മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഗ്രാഫിക്കലി എല്ലാ ഡയമെൻഷനും എല്ലാം എക്സാക്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട്, ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു 50 മെഗാ പാസ്കൽ ആണെങ്കിൽ അതിന് പകരം ഒരു 5 സെന്റിമീറ്റർ എടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോപ്പർ 1:1 സ്കെയിലോ അല്ലെങ്കിൽ 1:2 സ്കെയിലോ പോലുള്ള സ്കെയിൽ, കൺവീനിയൻറ്റ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് എക്സാക്ട് ഡയമെൻഷൻസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഈ സിഗ്മ 1ന്റെ വാല്യൂ, സിഗ്മ 2ന്റെ വാല്യൂ ഒക്കെ ഡയറക്റ്റ്ലി നമുക്ക് അതൊന്ന് മെഷർ ചെയ്താൽ മതി. ആ ലെങ്ത് മെഷർ ചെയ്താൽ സിഗ്മ 1 എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറിജിൻ പോയിന്റ്, നമ്മളെ ആക്സിസിൽ നിന്ന് എക്സ്ട്രീം പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ സിഗ്മ 1 കിട്ടും. അതേപോലെ സിഗ്മ 2 മെഷർ ചെയ്ത് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാം. അതേമാതിരി തീറ്റ P1ഉം തീറ്റ P2 ഒക്കെ മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. അത് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്, അതായത് കുറച്ച് കാൽക്കുലേഷനും അനലിറ്റിക്കൽ മെത്തേഡും കുറച്ച് ഗ്രാഫിക്കൽ മെത്തേഡും കൂടി മിക്സ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. ഡയറക്റ്റ്ലി ഞാൻ എല്ലാം ഗ്രാഫിക്കലി വരയ്ക്കുന്നില്ല. നമുക്ക് കുറച്ച് ഇക്വേഷനും യൂസ് ചെയ്യാം, കുറച്ച് ഇതൊന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ്, നമ്മളെ സ്ട്രെസ് തന്ന വാല്യൂസ് നമുക്ക് എഴുതാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, ഇപ്പം ഞാൻ ആ എലമെന്റ് ഒന്നും കൂടി ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ സിഗ്മ എക്സ്, ഇത്രയും വാല്യൂസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സോ നമുക്ക് ബേസ്ഡ് ഓൺ ദിസ്, ഇത് വെച്ചിട്ട് നമുക്ക് തന്ന വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു കംപ്രഷൻ ആണ്. സോ നമ്മളെ സൈൻ കൺവെൻഷൻ പ്രകാരം ഇറ്റ് ഈസ് -12 മെഗാ പാസ്കൽ. ദെൻ ഈ ഫിഗറിൽ സിഗ്മ വൈൻ്റെ വാല്യൂ ഒന്നും തന്നിട്ടില്ല, വൈ ഡയറക്ഷനിൽ നോർമൽ സ്ട്രെസ് ഒന്നും തന്നിട്ടില്ല. ദാറ്റ് മീൻസ് യു ക്യാൻ ടേക്ക് സിഗ്മ വൈ ഈസ് ഈക്വൽ ടു 0. ദെൻ ടോ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെന്റിനെ ബേസ് ചെയ്തിട്ട് ഈ ടോ എക്സ് വൈൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇത് പോസിറ്റീവ് എക്സ്പ്ലെയിൻ ആണ്, ഇത് പോസിറ്റീവ് എക്സ്പ്ലെയിൻ ആണ്. ബട്ട് ദ ഡയറക്ഷൻ ഓഫ് ടോ എക്സ് വൈ ഈസ് ഡൗൺവേർഡ്, നെഗറ്റീവ് വൈ ഡയറക്ഷൻ ആണ്. സോ പോസിറ്റീവ് എക്സ്പ്ലെയിനിൽ നെഗറ്റീവ് വൈ ഡയറക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് -6 മെഗാ പാസ്കൽ. അപ്പോൾ ഇതാണ് ഈ എലമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ സൈൻ കൺവെൻഷൻ. ഇത് മോർ സർക്കിളിൽ യൂസ് ചെയ്യുന്നതല്ല, എലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള സൈൻ കൺവെൻഷൻ ആണ്. ഓക്കെ, സോ നമ്മളെ ബേസിക്, നമ്മൾ സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ബട്ട് ഹിയർ നമ്മൾ മോർ സർക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിന്റെ സൈൻ കൺവെൻഷൻ വേറെയാണ്. നൗ നമുക്ക് മോർ സർക്കിളിന്റെ സെന്റർ ഒക്കെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ സെന്റർ ഓഫ് മോർ സർക്കിൾ ഈസ് സിഗ്മ ആവറേജ് കോമ 0 ആണ്. സോ നമുക്ക് ആദ്യം സിഗ്മ ആവറേജ് കണ്ടുപിടിച്ച് വെക്കാം. ഞാൻ ഇവിടെ പറഞ്ഞു കുറച്ച് ഇക്വേഷൻസും കുറച്ച് ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. സോ ഫസ്റ്റ് the center of the Mohr circle, in order to locate the center of the circle along the sigma axis, sigma average എന്നുള്ളത് കണ്ടുപിടിക്കാം. സിഗ്മ ആവറേജ് ഈസ് സിഗ്മ, ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 ആണ്. സോ സിഗ്മ എക്സ് ഈസ് -12 പ്ലസ് 0 ബൈ 2 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് -6
മെഗാ പാസ്കൽ. സോ സിഗ്മ ആവറേജ് -6 എന്ന് കിട്ടി. ഓക്കെ, നൗ ഞാൻ മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റെഫറൻസ് പോയിന്റ്സ് കിട്ടണം. ഈ തന്ന ഫിഗർ വെച്ചിട്ടുള്ള ഒറിസോണ്ടൽ സർഫസിന്റെയും വെർട്ടിക്കൽ സർഫസിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. സോ ഞാൻ ഒറിസോണ്ടൽ സർഫസിന്റെ കോർഡിനേറ്റ് എച്ച്, ഈ സർഫസിന്റെ ഫസ്റ്റ് എഴുതി. ഇതാണ് ഒറിസോണ്ടൽ സർഫസ്. ഇതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്തൊക്കെ എഴുതി? സോ സിഗ്മ വൈ 0 ആണ്. സോ 0 എന്ന് വരും. ദെൻ ടോ എക്സ് വൈ നോക്കുക. മോർ സർക്കിളിൽ കണ്ടുപിടിക്കുമ്പം ഇതിന്റെ റൊട്ടേഷൻ ബേസ്, ടോ എക്സ് വൈന്റെ റൊട്ടേഷനെ ബേസ് ചെയ്തിട്ടാണ് സൈന് ചൂസ് ചെയ്യുക. സോ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് റൊട്ടേഷൻ. ടോ എക്സ് വൈ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ടോ എക്സ് വൈയും ഈ ടോ എക്സ് വൈയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് റൊട്ടേഷൻ ഈസ് ആന്റി ക്ലോക്ക് വൈസ്. സോ അതിന്റെ ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് നെഗറ്റീവ് ആക്കി എടുക്കുന്നത്. സോ ദ കോർഡിനേറ്റ് ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, നമ്മൾ അതിനെ മോർ സർക്കിളിന്റെ കോർഡിനേറ്റ് ആയിട്ട് കൺവേർട്ട്, ഈ ഒറിസോണ്ടൽ പ്ലെയിനിലെ സ്ട്രെസ്സസിനെ മോർ സർക്കിളിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദ കോർഡിനേറ്റ്സ് ആർ 0 ആൻഡ് -6. ഇത് -6 വരാൻ കാരണം because the rotation is in anti-clockwise direction. Now the vertical coordinate എന്ത് വരും? വെർട്ടിക്കൽ കോർഡിനേറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സർഫസിന്റെ കോർഡിനേറ്റ്സ് ഇതാണ്. വെർട്ടിക്കൽ സർഫസ് ഈ ലൈനാണ് വെർട്ടിക്കൽ സർഫസ്. ഇവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസ് നോക്കുക. ഒന്ന് ഒരു സിഗ്മ സ്ട്രെസ്, ഫസ്റ്റ് സിഗ്മയാണ്. സോ സിഗ്മ 12 ഉണ്ട്, കംപ്രഷൻ ആണ്. സോ -12 കോമ ഷിയർ സ്ട്രെസ്, ഇവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്. സോ ഈ രണ്ട് ഷിയർ സ്ട്രെസ്സും നോക്കുക. ദ റൊട്ടേഷൻ ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് കിട്ടിയത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ എന്തായാലും പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. സോ -12,6 ഇറ്റ്സ് ദ വെർട്ടിക്കൽ കോർഡിനേറ്റ്. ഓക്കെ, ഇതിന്റെ വെർട്ടിക്കൽ സർഫസിന്റെ കോർഡിനേറ്റ് -12,6 ആണ്. ഓക്കെ, ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. നമുക്ക് ഇതിന്റെ മോർ സർക്കിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. സോ രണ്ട് ആക്സിസ് വരയ്ക്കാം. സോ എക്സ് ആക്സിസ്, ഒറിസോണ്ടൽ ആക്സിസ് റെപ്രസെന്റ്സ് ദ നോർമൽ ആക്സിസ്, നോർമൽ സ്ട്രെസ്സിന്റെ ആക്സിസ് ആണ് സിഗ്മ. ദെൻ vertical axis represents ടോ. എല്ലാ നോർമൽ സ്ട്രെസ്സും, അതായത് സിഗ്മ എക്സ് ആയാലും സിഗ്മ വൈ ആയാലും എല്ലാം ഈ ഒറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യണം. ടോ വരുന്ന ടേംസ് എല്ലാം, എല്ലാ ഷിയർ സ്ട്രെസ്സും നമുക്ക് ഈ ആക്സിസിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇതിൽ ഈ സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ എടുക്കാൻ കാരണം ഇതിൽ നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നുള്ളത്. നൗ മാർക്ക് ദ ഹൊറിസോണ്ടൽ കോർഡിനേറ്റ് ആൻഡ് വെർട്ടിക്കൽ കോർഡിനേറ്റ്. സോ ഫസ്റ്റ് ഞാൻ ഒറിസോണ്ടൽ കോർഡിനേറ്റ് ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു സ്കെയില്, നിങ്ങളെ ഗ്രാഫ് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒറിസോണ്ടൽ കോർഡിനേറ്റ് 0, 6 ആണ്. സോ ഇവിടെ നിന്ന് 0, -6 ആണ് ഒറിസോണ്ടൽ കോർഡിനേറ്റ് ഉള്ളത് അല്ലെ. 0, -6. സോ എക്സ് കോർഡിനേറ്റ് 0 ആണ്. ദെൻ -6. സോ ഒരു -6 അല്ലെങ്കിൽ ഒരു 6 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ ആയിരിക്കും ഇത് -6. ഇവിടെ ആയിരിക്കും ഒറിസോണ്ടൽ കോർഡിനേറ്റ് വരിക എച്ച്. ഓക്കെ, ഇത് ഒറിജിൻ, ഇതാണ് നമ്മളെ ഒറിജിൻ പോയിന്റ്. ഇവിടെ നിന്ന് -6 ആയതുകൊണ്ട് ഷിയർ സ്ട്രെസ് ആണ്. സോ വെർട്ടിക്കലി ഡൗൺവേർഡ് എടുക്കുക. ഷിയർ സ്ട്രെസ് ഡൗൺവേർഡ്, വെർട്ടിക്കൽ ആക്സിസിൽ ഡൗൺവേർഡ് എടുക്കുക. സോ 0, -6. നൗ മാർക്ക് ദ വെർട്ടിക്കൽ സർഫസ് കോർഡിനേറ്റ്. വെർട്ടിക്കൽ കോർഡിനേറ്റ് ഈസ് -12,6 ആണ്. വെർട്ടിക്കൽ കോർഡിനേറ്റ് ഈസ് -12,6. സോ -12 എന്നുള്ളത് സിഗ്മ നോർമൽ സ്ട്രെസ് ആണ്. സോ ഈ ഡയറക്ഷനിൽ -12 എടുക്കുക. സോ -12 ഒരു സ്കെയിൽ എടുക്കുക. 12 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 1:2 ആണെങ്കിൽ 6 സെന്റിമീറ്റർ, എങ്ങനെയാണെങ്കിലും മൊത്തത്തിൽ ഒരു ഫിഗർ മോർ സർക്കിളിന് ഒരു പെർട്ടിക്കുലർ സ്കെയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 1:1 സ്കെയിൽ ആണെങ്കിൽ ഒരു -12 ഇങ്ങോട്ട് എടുക്കുക. സോ ഇത് -12 ആണ് സിഗ്മ. ദെൻ ഇതിന്റെ കൂടെ ഒരു ഷിയർ സ്ട്രെസ് +6 ആണ്. സോ മേലോട്ട് +6 ആയതുകൊണ്ട് വെർട്ടിക്കൽ ഡയറക്ഷനിൽ y ഡയറക്ഷനിൽ ഒരു +6 എടുക്കുക. ഇത് +6 ആണ്. സോ ദിസ് ഇസ് ദ വെർട്ടിക്കൽ കോർഡിനേറ്റ്.
Okay, so first step, mark the horizontal surface coordinate and vertical surface coordinate. Now the second step, ഇനി എന്താ ചെയ്യേണ്ടത്? Just join this vertical coordinate and horizontal coordinate. Okay, ഇതാണ് H. Join the vertical coordinate and horizontal coordinate with the help of a straight line. രണ്ടും കൂടി ഒരു ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് വരയ്ക്കാം. Now this point, ഈ മീറ്റ് ചെയ്യുന്ന ഈ എക്സ് ആക്സിസിന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും ഈ മോർ സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ, അതായത് സിഗ്മ ആവറേജ്. ഈ ലെങ്ത് ആയിരിക്കും ഈ നമ്മളെ റെഫറൻസ് ലൈൻ, റെഫറൻസ് പോയിന്റ് നിന്ന് ഇതിലേക്കുള്ള ഈ ലെങ്ത് ആയിരിക്കും സിഗ്മ ആവറേജ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ ആവറേജ് -6 ആണ്. മൈനസ് എന്നുള്ളത് നെഗറ്റീവ് ഡയറക്ഷൻ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതുകൊണ്ടാണ് -6 വരുന്നത്. സോ ഇത് -6, ഇതിന്റെ കോർഡിനേറ്റ് എഴുതുകയാണെങ്കിൽ -6, 0 ആണ്. ഓക്കെ, നൗ വാട്ട്സ് നെക്സ്റ്റ് സ്റ്റെപ്പ്? Just complete the circle with C as center and CV or CH as radius. CVയും CHും റേഡിയസ് ആക്കിയിട്ട് ഒരു സർക്കിള് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഡയമെൻഷനൊക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് എവിടെയാണ് വരിക എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. ചിലപ്പം ഈ ടോ ആക്സിസിൻ്റെ ഇപ്പുറത്തായിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും സർക്കിൾ വരിക. നിങ്ങൾ കറക്റ്റ് ഇതെടുത്തിട്ട് വരയ്ക്കാം. ഞാനിപ്പം റഫായിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പ് ഈ ടോ ആക്സിസിന് എങ്ങനെയാണോ ക്രോസ് ചെയ്യാന്നൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ സർക്കിൾ കറക്റ്റ് ആക്കുക. ഇങ്ങനെ ഒരു സർക്കിൾ, അസ്യൂം ദാറ്റ് ഇറ്റ്സ് എ സർക്കിൾ. ഓക്കെ, സർക്കിൾ കിട്ടി. Now this point is O. Now we have to find out the principal stresses. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് വാല്യൂവിനെയാണ് σ1 ആയിട്ട് ട്രീറ്റ് ചെയ്യുക, നെഗറ്റീവ് വാല്യൂവിനെയാണ് σ2 ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഡയഗ്രാം പ്രകാരം ഇതാണ് എക്സ്ട്രീം പോയിന്റ്സ് അല്ലേ? നോർമൽ സ്ട്രെസ് വിത്ത് ഷിയർ സ്ട്രെസ് 0. സോ ഈ ആക്സിസിലെ പോയിന്റ്സ് ആയിരിക്കും പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ടാവും. ഈ ആക്സിസിലാണ്, ഈ എക്സ് ആക്സിസിലാണ് ടോ വാല്യൂ 0 ഉള്ളത് അല്ല. വൈ ആക്സിസ് 0 മീൻസ് ടോ ഷിയർ സ്ട്രെസ് 0 മീൻസ് ദ പോയിന്റ് വിൽ ബി അലോങ് ദിസ് എക്സ് ആക്സിസ്. ഇതിലെ രണ്ട് എക്സ്ട്രീം പോയിന്റ്സ്, ഒന്ന് ഈ പോയിന്റും അതേപോലെ ഈ പോയിന്റും ആയിരിക്കും പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ടാവുക. സോ ഇതിന് ഞാൻ ഒ എ എന്ന് പേര് കൊടുത്തു, ഇത് ഒ ബി എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ ദ ലെങ്ത് ഒ എ റെപ്രസെൻറ്റ്സ് σ1. അത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് σ1 എന്ന് പേര് കൊടുത്തു എന്നേ ഉള്ളൂ. ദിസ് വാല്യൂ റെപ്രസെൻറ്റ്സ് σ1 ആൻഡ് ദ ലെങ്ത് ഒ ബി ഈസ് ഈക്വൽ ടു σ2. ഈ ലെങ്ത് ഒ ബി എന്ന് പറഞ്ഞാൽ σ2 ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എല്ലാം ഡയമെൻഷൻ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇത് മെഷർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഡയമെൻഷൻ എടുത്ത് വരയ്ക്കാത്തതുകൊണ്ട് അത് കിട്ടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇതിലേതെങ്കിലും ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട്, ഒന്നുമില്ലെങ്കിൽ ഈ ട്രയാങ്കിളോ അല്ലെങ്കിൽ ഈ ട്രയാങ്കിളോ വെച്ചിട്ട് റേഡിയസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഗ്രാഫിക്കൽ അല്ലാത്ത മെത്തേഡാണ്. ഡയറക്റ്റ്ലി മെഷർ ചെയ്യുന്നതിന് പകരം ഞാൻ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ വെച്ച് ജോമെട്രി വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് CH ഓർ ദ റേഡിയസ്. ഈ ഹൈറ്റ് ഇത് 6 ആണെന്നറിയാം, ഇത് ട്രയാങ്കിളിൻ്റെ ഈ ഡയമെൻഷൻ 6 ആണ്. ഇത് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സിഗ്മ ആവറേജ് ആണ്. ഈ ഡിസ്റ്റൻസ് സിഗ്മ ആവറേജ്, അതും 6 ആണ്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഫ്രം ദിസ് ട്രയാങ്കിൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദിസ് CH എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് ഈ OH സ്ക്വയർ പ്ലസ് OC സ്ക്വയർ ആണ്. സോ ദ CH സ്ക്വയർ അല്ലെങ്കിൽ R, CH സ്ക്വയറിന് എഴുതാം, CH ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് CH സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ CH ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് OH സ്ക്വയർ പ്ലസ് COC സ്ക്വയർ ആണ്. അല്ലെങ്കിൽ
സി എച്ച് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. റേഡിയസ് ഈസ് ഈക്വൽ ടു ഒ എച്ച് സ്ക്വയർ. ഒ എച്ച് എന്ന് മീൻസ് 6 ആണ്, ആ ലെങ്ത് 6 ആണ്. സോ 6 സ്ക്വയർ പ്ലസ് ഈ ഡയമെൻഷൻ ഒ സി ഓൾസോ 6 ആണ്. സോ 6 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് വരും. സോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36 പ്ലസ് 36 റൂട്ട് ഓഫ് 72 എന്ന് വരും. ഇറ്റ്സ് അറൗണ്ട് 8.49 മീറ്റർ മെഗാ പാസ്കൽ. എല്ലാം എസ് ഐ യൂണിറ്റ് ആണ് തന്നുള്ളത്. സോ ദ റേഡിയസ് ഈസ് 8.49 മീറ്റർ. നിങ്ങൾ കറക്റ്റ് വരയ്ക്കുകയാണ്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതൊന്ന് മെഷർ ചെയ്യാനേ ഉള്ളൂ. ഒരു സ്കെയിൽ വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് നോക്കിയാൽ നമുക്ക് റേഡിയസ് കിട്ടും. ഇവിടെ ഞാൻ കറക്റ്റ് അല്ല, രണ്ടും കൂടി ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. ദ റേഡിയസ് ഈസ് ഈക്വൽ ടു 8.49. ഓക്കെ, നൗ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ഒ എ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒ എ എന്നുള്ള ഈ ഡിസ്റ്റൻസ് കിട്ടണം. ഇവിടെ നിന്ന് ഇട്ടിട്ട് ഇവിടം വരെ ഈ ഡിസ്റ്റൻസ്, ഈ സി തൊട്ടിട്ട്, അതായത് റേഡിയസ് ഓഫ് ദ സർക്കിൾ സി ടു എ എന്ന് പറഞ്ഞാൽ സി എ, ദ ഡിസ്റ്റൻസ് സി എ ഈസ് ദ റേഡിയസ് ദാറ്റ്സ് ഈക്വൽ ടു 8.49 ആണ്. ഈ സർക്കിളിന്റെ സെന്റർ ഇതാണ്, എക്സ്ട്രീം പോയിന്റ് ഇതാണ്. ഞാൻ വരച്ച സർക്കിൾ, ഒരു സർക്കിളിന്റെ ഷേപ്പ് കുറച്ച് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് റേഡിയസ് ആയിട്ട് തോന്നാത്തത്. നിങ്ങൾ കറക്റ്റ് വരയ്ക്കുമ്പം ദിസ് ലെങ്ത് സി എ, ദ ലെങ്ത് സി എ ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സോ ഇത് തൊട്ടിട്ട് ഇതുവരെ റേഡിയസ് ആണ്. നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഡിസ്റ്റൻസ്, ഈ ഒ ടു സി, ഈ ഡിസ്റ്റൻസ് 6 ആണെന്ന് അറിയാം. ഇവിടം തൊട്ടിട്ട് ഇതുവരെ റേഡിയസ് 8.49 ആണ്. സോ വാട്ട് ഈസ് ഒ എ? ഒ എ ഈസ് 8.49 മൈനസ് 6 എന്ന് വരും. സോ ദ ഡിസ്റ്റൻസ് ഒ എ ഈസ് ഈക്വൽ ടു സി എ മൈനസ് സി ഒ. ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ഒരു പ്രോബ്ലം കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ. സോ സി എ ഈസ് 8.49, it is nothing but the radius, and CO is the center point, sigma average, it is 6. എല്ലാം ഡിസ്റ്റൻസ് ഇവിടെ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. O എന്നുള്ള പോയിന്റ് നിന്നാണ് നമ്മൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ഒക്കെ മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഈക്വൽ ടു 8.49 മൈനസ് 6, ഇറ്റ്സ് ഈക്വൽ ടു 2.49 മെഗാ പാസ്കൽ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻസർ. സിഗ്മ 1 ഈസ് ഈക്വൽ ടു 8.49. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി മെഷർ ചെയ്യുന്നതിന് പകരം ഫ്രം ദ ജോമെട്രി, ഈ ഫിഗറിൻ്റെ ജോമെട്രി വെച്ചിട്ട് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. നൗ സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് സിഗ്മ 2 ഓൾസോ. സിഗ്മ 2 എങ്ങനെ കണ്ടുപിടിക്കും? ഞാനിത് ഇറേസ് ചെയ്യാം. സിഗ്മ 2 ഈസ് ഈക്വൽ ടു, ഇതേമാതിരി നിങ്ങൾ ഡയഗ്രാം നോക്കുക. ഫ്രം ദ ജോമെട്രി ഓഫ് ദ ഷേപ്പ് ഓർ ഫ്രം ദ ഡയഗ്രാം യു ക്യാൻ ഫൈൻഡ് ഔട്ട് സിഗ്മ 2. സിഗ്മ 2 മീൻസ് ഫ്രം ദ ഡിസ്റ്റൻസ് ഒ ബി ആണ്. ഒ എന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സിഗ്മ 2 എന്ന് പറഞ്ഞാൽ. ഡിസ്റ്റൻസ് ഒ ബി. സോ ഒ ബി എങ്ങനെ കണ്ടുപിടിക്കും? ഈ സാധനം ഒ ബി മീൻസ് ഇത് തൊട്ടിട്ട് ഇതുവരെ 6 ആണ്, അല്ലെങ്കിൽ -6 ആണ്. നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് -6 ആണ്. അതേമാതിരി ഇത് തൊട്ടിട്ട് ഫ്രം പോയിന്റ് ഒ ടു സി ഈസ് -6. സി ടു ബി എന്ന് പറഞ്ഞാൽ സെൻറ്റർ പോയിന്റ് തൊട്ടിട്ട് എക്സ്ട്രീം പോയിന്റ് വരെയുള്ള ഇത് റേഡിയസ് ആണ്. സോ വാട്ട് ഈസ് ഒ ബി? 6. ഈ 6 അതിൻ്റെ കൂടെ ഈ 6 കൂടി കൂട്ടുക, ടോട്ടൽ ഡിസ്റ്റൻസ്, അതാണ് ഒ ബി എന്ന് പറഞ്ഞത്. സോ ഒ ബി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഞാൻ -6 എടുത്തു, മൈനസ് ആർ 8.49. അതായത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒ ബി ഈസ് ഒ സി പ്ലസ് സി ബി ആണ്. ഓക്കെ, ഒ സി മീൻസ് 6 ആണ്, സി ബി മീൻസ് 8.49 റേഡിയസ് ആണ്. സോ ദ ഡിസ്റ്റൻസ് ഒ ബി ഈസ് -14.5 മെഗാ പാസ്കൽ. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 2. സിഗ്മ 2 ഈസ് -14.5 മെഗാ പാസ്കൽ. അത് മൈനസ് സൈൻ മീൻ ചെയ്യുന്നത് എന്താ? ഇവിടെ മൈനസ് സൈൻ കിട്ടിയാൽ ഇത് എപ്പോഴും എന്തായിരിക്കും? ഇത് കംപ്രസീവ് ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. If sigma to the normal stress is negative, that means it is compressive in nature. So നമുക്ക് രണ്ട് പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസും കിട്ടി. Now the next step is you have to calculate the orientation. ഈ സിഗ്മ 1ലേക്കും സിഗ്മ 2ലേക്കുള്ള ഓറിയന്റേഷൻസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻസ് കണ്ടുപിടിക്കണം.
ഓക്കെ, ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഈ സാധനങ്ങളൊന്നുകൂടി മായ്ക്കാം. വാല്യൂസ് കിട്ടി. നൗ യു ഹാവ് ടു കാൽക്കുലേറ്റ് തീറ്റ P1 ആൻഡ് തീറ്റ P2. നൗ ദ തീറ്റ P1 മീൻസ് ഈ പോയിന്റിലേക്കുള്ള ഓറിയന്റേഷൻ ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ തന്ന സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് നിന്ന് സിഗ്മ 1ലേക്കുള്ള അല്ലെങ്കിൽ പോയിന്റ് എയിലേക്കുള്ള ആംഗിൾ. സോ ഈ ഗ്രീൻ ലൈൻ ഇതാണ് ഗിവൺ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ റഫറൻസ് ലൈൻ എന്ന് പറഞ്ഞത്. നമുക്ക് റഫറൻസ് ആക്കുന്ന ക്വസ്റ്റ്യനിൽ റഫറൻസ് ആക്കി തന്നത് ഈ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിലേക്കുള്ള ആംഗിൾ ആണ് സിഗ്മ 1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ഈ ലൈനിലേക്കുള്ള ആംഗിൾ ആണ് തീറ്റ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ആംഗിൾ. അപ്പോൾ ഇത് മോർ സർക്കിൾ ആയതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് 2 തീറ്റ P1. ഓക്കെ, സോ ഈ ആംഗിൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്തിട്ട് 2 തീറ്റ P1 കണ്ടുപിടിക്കാം. ഇനി അത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഈ ഫിഗർ വെച്ചിട്ട് 2 തീറ്റ P1 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച സംഭവം തന്നെയാണ്. സോ 2 തീറ്റ P1 കിട്ടണമെങ്കിൽ, ഈ ആംഗിൾ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. ഈ ആംഗിൾ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ ഡയമെൻഷൻ അറിയാം, അതേമാതിരി റേഡിയസ് അറിയാം, അല്ലെങ്കിൽ ഇതും അറിയാം. സോ ഇത് 6 ആണ് ക്വസ്റ്റ്യനിൽ നമ്മൾ സിഗ്മ ആവറേജിൻ്റെ വാല്യൂ ആണ് ഇത്. ഇത് ക്വസ്റ്റ്യനിൽ തന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്, അതും 6 ആണ്. സോ tan 2 തീറ്റ P1 ഈസ് ഈക്വൽ ടു opposite side means OH divided by OC ആണ്. OH is 6, OC is 6 is equal to 1. That means 2 theta P1 is equal to 45 degree ആണ്. അല്ലെങ്കിൽ theta P1 is equal to 22.5 degree ആണ് അല്ലേ. 45ൻ്റെ ഹാഫ്. ഇതാണ് മോർ സർക്കിളിലെ ആംഗിൾ. റിയലിൽ അത്രയും ആംഗിൾ ഉണ്ടാവില്ല, ഹാഫ് ആയിരിക്കും, 22.5 ആയിരിക്കും. ആൻഡ് ദ റൊട്ടേഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ഇതിൻ്റെ റൊട്ടേഷൻ. അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതിൻ്റെ മീനിങ് എന്താ? ദ കൺക്ലൂഷൻ ഈസ് ദാറ്റ് നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ തന്ന സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിനെ ഇത്രയും ആംഗിളിൽ ഫ്രം ദ ഹൊറിസോണ്ടൽ സർഫസ്, ഇവിടെ എച്ച് എന്നാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. ഈ ഹൊറിസോണ്ടൽ സർഫസിനെ ബേസ് ചെയ്തിട്ട് ഇത്രയും ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്താൽ ആ സർഫസിൽ കിട്ടുന്ന സ്ട്രെസ് ആയിരിക്കും സിഗ്മ 1 എന്ന് പറഞ്ഞാൽ. ആ സർഫസിലായിരിക്കും മാക്സിമം സ്ട്രെസ് കിട്ടുക. ഇനി സിഗ്മ 2, ഇതാണ് സിഗ്മ 2ൻ്റെ പോയിന്റ്. സിഗ്മ 2നെ എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ 2 ഈസ് ഈ പോയിന്റ് വിട്ടിട്ട് ഇവിടം വരെയുള്ള ഈ ലൈനിലേക്കുള്ള ആംഗിൾ, ഈ സിഗ്മ 2ൻ്റെ ലൈനിലേക്കുള്ള ആംഗിളിനെയാണ് സിഗ്മ പി. ഇതിനെ ഞാൻ 2 തീറ്റ P2 എന്ന് കൊടുക്കും. എല്ലാം 2 മൾട്ടിപ്ലൈ മാർക്ക് ചെയ്യരുത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം കിട്ടിയ ആംഗിളിൻ്റെ കൂടെ, ഇതാണ് തീറ്റ P1ൻ്റെ ആംഗിൾ, അതിനോട് കൂടി ഒരു 180 ഡിഗ്രി ആഡ് ചെയ്താൽ മതി. സോ ഇത് ഈ ആംഗിളിൻ്റെ കൂടെ പ്ലസ് ഒരു 180 കൂടി ചെയ്താൽ നമുക്ക് 2 തീറ്റ P2 കിട്ടും. സോ 45 ഡിഗ്രി പ്ലസ് 180. അത് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P2ൻ്റെ ആംഗിൾ കിട്ടും. അല്ലെങ്കിൽ 180 2 തീറ്റ P2ൻ്റെ കൂടെ 180, അല്ലെങ്കിൽ തീറ്റ P1ൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ തീറ്റ P2 എന്ന് പറഞ്ഞാൽ തീറ്റ P1 പ്ലസ് 90 ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു 90യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ P2 കിട്ടും. ക്ലിയർ? ഇനി അത് നമുക്കൊന്ന് ഡയഗ്രാമാറ്റിക് ആയിട്ട് വരയ്ക്കാം. നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന എലമെന്റ് ഒന്ന് വരച്ച് വെച്ചു, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ സിഗ്മ എക്സ് ബാക്കിയൊന്നുമില്ല. ഇവിടെ XY. ഓക്കെ, അപ്പം ഇനി ഇതാണ് ഹൊറിസോണ്ടൽ സർഫസ്. ഈ ഒരു ഹൊറിസോണ്ടൽ സർഫസിനെ 22.5 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊത്തം എലമെന്റ് റൊട്ടേറ്റ് ആവും. ആ ഒരു ഇതിലായിരിക്കും പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ടാവും. സോ ഞാൻ 22.5 റൊട്ടേറ്റ് ചെയ്തു, ഇത് 22.5 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, ഈ എലമെന്റ് കൺസ്ട്രക്ട് ചെയ്തു.
22.5 ഡിഗ്രി ഒറിസോണ്ടൽ സർഫസ്, ഇനീഷ്യൽ ഒറിസോണ്ടൽ സർഫസ് ഇതായിരുന്നു, ഇതിനെ ഒരു 22.5 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. രണ്ടും കൂടി ഒന്നിൽ വരച്ചിട്ട് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇതിനെ മാറ്റി വരച്ചത്. ഓക്കെ, സോ 22.5 റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന ആ സർഫസിലായിരിക്കും സിഗ്മ 1 ഉണ്ടാവുക. സിഗ്മ 1 നമുക്ക് കിട്ടിയത് പോസിറ്റീവ് വാല്യൂ ആണ്, ഇറ്റ് ഈസ് 2.49 ആണ്. സോ ഈ ഒരു സർഫസിൽ 2.49 മെഗാ പാസ്കൽ 2.49 ഉണ്ടാവും. ഇവിടെ അതേമാതിരി ഓപ്പോസിറ്റ് 2.49 മെഗാ പാസ്കൽ മാർക്ക് ചെയ്യാം. ദെൻ ഇതിന്ന് ഈ പ്ലെയിനിൽ നിന്ന് 90 ഡിഗ്രി, ഇതിന്റെ കൂടെ 90 ഡിഗ്രി ആഡ് ചെയ്താൽ മതി. അതായത് ഓട്ടോമാറ്റിക്കലി ഈ പ്ലെയിനിലായിരിക്കും സിഗ്മ 2 ഉണ്ടാവുക. സിഗ്മ 2 നമുക്ക് കിട്ടിയത് കംപ്രഷൻ ആണ്, മൈനസ് വാല്യൂ ആണ്. സോ മൈനസ് ആയതുകൊണ്ട് അതിനെ ടുവേർഡ്സ് ദ സർഫസ് വരയ്ക്കാം. ഇറ്റ് ഈസ് വാല്യൂ ഈസ് 14.5 മെഗാ പാസ്കൽ. 14.5 മെഗാ പാസ്കൽ. സോ ഇതാണ് ആൻസർ. പ്രിൻസിപ്പൽ സ്ട്രെസ്സും അത് ആക്ട് ചെയ്യുന്ന പ്ലെയിനും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒറിസോണ്ടൽ സർഫസ്, ഇതാണ് ഒറിസോണ്ടൽ സർഫസ്. അവിടെ നിന്ന് 22.5 കൗണ്ടർ ക്ലോക്ക് വൈസ്, ഇതാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുത്തു. അപ്പോൾ ആ കിട്ടിയ സർഫസിലാണ് സിഗ്മ 1 ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ തീറ്റ P1 എന്ന് പറഞ്ഞ ആംഗിൾ. സോ ഇതാണ് അവിടെ ടെൻഷൻ ആയതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുക, മറ്റൊരു കംപ്രഷൻ ആയതുകൊണ്ട് 90 ഡിഗ്രി, ഇതിനോടൊരു 90 ഡിഗ്രി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതർ സർഫസ് കിട്ടും. ഇത്രയും കിട്ടും. ഇതിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. സോ ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് ആൻസർ. ഓക്കെ, സോ ഇത് നമ്മൾ ചെയ്തത് പ്യുവർ ഗ്രാഫിക്കൽ മെത്തേഡ് അല്ല. ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എക്സാമിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ സ്കെയിൽ, പെൻസിൽ, പ്രൊട്രാക്ടർ ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് എക്സാക്ട് മെഷർമെന്റ് എടുത്തിട്ട് ആൻസർ എഴുതാം. അല്ലെങ്കിൽ ഇതുപോലെ രണ്ടും കൂടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഗ്രാഫിക്കലി വരയ്ക്കും, പിന്നെ ട്രയാങ്കിൾ, പൈതഗോറസ് തിയറം അതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഡിസ്റ്റൻസ്, റേഡിയസ്, ആവറേജ്, സെന്റർ ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒരുപാട് ചെയ്തു നോക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം, അത് കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. ഇതേ സംഭവം തന്നെ, പക്ഷേ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ക്വസ്റ്റ്യൻ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് പ്ലെയിൻ സ്ട്രെസ് അറ്റ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു XY ആക്സിസ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നമുക്ക് തന്ന വാല്യൂസ്. യൂസിങ് മോർ സർക്കിൾ ഡിറ്റർമിൻ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സും പ്രിൻസിപ്പൽ പ്ലെയിനും കണ്ടുപിടിക്കണം. ദെൻ മാക്സിമം ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ് and the equivalent state of stress with respect to the x dash y dash axis. Okay, show the all results on sketches of properly oriented elements. So നേരത്തെ മാതിരി തന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കുക. ഇതിനെ ഏത് ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്താൽ സിഗ്മ 1ഉം സിഗ്മ 2ഉം കിട്ടും നോക്കുക. ദെൻ ഇതിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് വാല്യൂ കണ്ടുപിടിക്കുക, അതിൻ്റെ പ്ലെയിൻ തീറ്റ എസ് കണ്ടുപിടിക്കുക. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, ഇതിനെ നമ്മൾ ഒരു എക്സ് ഡാഷ് വൈ ഡാഷ് ഈ ഒരു 50 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടിയ അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്, അവിടുത്തെ സ്ട്രെസ്സസ് എന്തൊക്കെയാണ്, നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും എന്താണെന്നും കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. 3 കാര്യങ്ങൾ: പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കണം, മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം, ദെൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണ് ആ പ്ലെയിനിൽ. അപ്പോൾ ഇതിനൊരു 50 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയിനിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നേരത്തെ അതേ പ്രൊസീജിയർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് നമുക്കൊന്ന് എഴുതാം. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു, സൈൻ കൺവെൻഷൻ ഒക്കെ നോക്കാം. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 40. ഇതാണ് ബേസ്ഡ് ഓൺ എലമെന്റ്. നമ്മൾ എലമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സൈൻ കൺവെൻഷൻ ഇതാണ്. നൗ ഫോർ മോർ സർക്കിൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എച്ച് കോർഡിനേറ്റ് ആൻഡ് വി കോർഡിനേറ്റ്, വെർട്ടിക്കൽ സർഫസ് കോർഡിനേറ്റ്. എച്ച് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ 20 ആണ്, ടോ എക്സ് വൈ 16 വരും. എച്ച് ഹൊറിസോണ്ടൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. വെർട്ടിക്കൽ കോർഡിനേറ്റ് ഇവിടെ തന്നെ എഴുതാം. വെർട്ടിക്കൽ കോർഡിനേറ്റ് സിഗ്മ എക്സ് 40 ആണ്. ദെൻ അതിൻ്റെ ഹൊറിസോണ്ടൽ ടോ എക്സ് വൈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, സോ -16 വരും. സോ ഇതിനെ വെച്ചിട്ട് നമുക്ക് ഡയഗ്രാം കംപ്ലീറ്റ് ആക്കാം. സോ കംപ്ലീറ്റ് ദ ഡയഗ്രാം. എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് സിഗ്മ എക്സ് ഇങ്ങനെ പോവാം. സിഗ്മ ടോ. നൗ ലൊക്കേറ്റ് എച്ച് ആൻഡ് വി കോർഡിനേറ്റ്. എച്ച് 20 എടുത്തു, 20 ഒരു +16.
20 പ്ലസ് 16 ഇതാണ് എച്ച് എന്നുള്ള പോയിന്റ്. ദെൻ വി 40 and minus 16. This is the point V. Okay, now join H and V. Okay, H and V join ചെയ്തു. ഇതാണ് സെൻറ്റർ പോയിന്റ്. അതായത് സെൻറ്റർ പോയിന്റ് മീൻസ് സെൻറ്റർ ഈസ് സിഗ്മ ആവറേജ് 0 ആണ്. സിഗ്മ ആവറേജ് എന്ന് പറഞ്ഞാൽ 20 40 പ്ലസ് 20/2 സി. ഇതാണ് സിഗ്മ ആവറേജ് 0 ആണ്. അതായത് 60/2 30, 0 എന്ന് കിട്ടും. സോ ഈ ഡിസ്റ്റൻസ് ഇതാണ് നമ്മളെ റെഫറൻസ് പോയിന്റ്. ഇവിടം തൊട്ടിട്ടാണ് എപ്പോഴും ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. ഈ ഒ സി മീൻസ് 30 ആണ്. ദ ഡിസ്റ്റൻസ് ഒ സി ഈസ് 30. ഓക്കെ, 30 മെഗാ പാസ്കൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ 30 മീറ്ററോ സെൻറ്റിമീറ്ററോ എന്തെങ്കിലും എടുത്തിട്ട് വരയ്ക്കാം. നൗ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. റേഡിയസ് ഇത് ഒ സി ആണ്. ഈ ഡിസ്റ്റൻസ് നമ്മുടെ സിഗ്മ 20 ആണ്. എച്ച് കോർഡിനേറ്റുകളുടെ ഡിസ്റ്റൻസ് ഇത് 20, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 16 ആണ്. സോ ഈ റിമൈനിങ് ഈ ഡിസ്റ്റൻസ് എന്ത് വരും? 10 എന്ന് വരും അല്ല. ടോട്ടൽ 30 ആണ്. ഇത് തൊട്ടിട്ട് ഇതുവരെ 30 ആണ്. ഈ ഡിസ്റ്റൻസ് 20 ആണ്. സോ ഈ സർഫസ് 10 ആയിരിക്കും. ഈ സർഫസ് 10, ഈ വെർട്ടിക്കൽ ഹൈറ്റ് 16 ആണ്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റേഡിയസ് ഒ എച്ച്. എങ്ങനെ കിട്ടും? അല്ലെ സി എച്ച്. റേഡിയസ് സി എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ ഡിസ്റ്റൻസ്. ഇതിന് വേറെ എന്തെങ്കിലും പേര് കൊടുത്തു. നമുക്ക് സർക്കിൾ കാർഡ് കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് വേണ്ട, ഈ ഡിസ്റ്റൻസ് സി എച്ച് ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ എന്ന് വരും. 10 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ. സോ ദ റേഡിയസ് ഓഫ് മോർ സർക്കിൾ ഈസ് 18.87 മെഗാ പാസ്കൽ എന്ന് വരും. സോ നമുക്ക് സർക്കിൾ കംപ്ലീറ്റ് ആക്കാം. സോ ഇങ്ങനെ സർക്കിൾ കിട്ടും. സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ദ എക്സ്ട്രീം പോയിന്റ്സ് അലോങ് എക്സ് ആക്സിസ്, ഈ പോയിന്റ് ആയിരിക്കും സിഗ്മ 1 എന്ന് പറഞ്ഞ പോയിന്റ്. This OA or this point represents that distance represents OA distance represents sigma 1. ഇത് sigma 2 B. So OA is equal to sigma 1, OB is equal to sigma 2. ഇനി OA എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? OA is ഇവിടം തൊട്ടിട്ട് ഈ ഡിസ്റ്റൻസ് വരെയുള്ള, ദാറ്റ് മീൻസ് OC പ്ലസ് CA ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. OA is equal to OC പ്ലസ് CA എന്ന് കിട്ടും. സോ OC പ്ലസ് CA, OC നമുക്കറിയാം, CA അറിയാം. സോ is equal to OC എന്ന് പറഞ്ഞാൽ സിഗ്മ ആവറേജ്. OC is equal to 30 ആണ്. 30 പ്ലസ് CA എന്ന് പറഞ്ഞാൽ റേഡിയസ് 18.87. So you can calculate sigma 1. The sigma 1 will be 48.9 മെഗാ പാസ്കൽ എന്ന് വരും. സോ ഫസ്റ്റ് ആൻസർ സിഗ്മ 1ന്റെ ഇത് ആൻസർ ഇതാണ്. നൗ സിഗ്മ 2 എന്ന് പറഞ്ഞാൽ OB ആണ്. ഈ ഡിസ്റ്റൻസ് കിട്ടണം. OB മീൻസ് എങ്ങനെ എഴുതാൻ മതി? OB is equal to OC minus BC അല്ലേ? സോ OB is equal to OC minus BC. ഇതാണ് B. സോ OC minus BC. OC is nothing but 30 ആണ്. സോ 30 minus BC റേഡിയസ് ആണ് 18.87. സോ ഇത് ആൻസർ ഈസ് 11.87
11.13 മെഗാ പാസ്കൽ എന്ന് കിട്ടും. സോ സിഗ്മ 2 ഈക്വൽ ടു 11.13 മെഗാ പാസ്കൽ. ഇത്രയും കിട്ടി. സിമ്പിളാണ്, ഡയറക്റ്റ്ലി മെഷർ ചെയ്ത് കിട്ടിയാലും മതി, എടുത്താലും മതി. സോ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നൗ യു ക്യാൻ കാൽക്കുലേറ്റ് ദ പൊസിഷൻ ആംഗിള്. ഈ ആംഗിൾ ആണ് ഫസ്റ്റ് ഈ വെർട്ടിക്കൽ സർഫസ് ഈ പോയിന്റിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ പോയിന്റ് എയിലേക്കുള്ള ആംഗിൾ നോക്കുക, അല്ലെങ്കിൽ ഈ ആംഗിൾ നോക്കുക. ദിസ് ഈസ് 2 തീറ്റ P1. അതിനോടുകൂടി നേരത്തെ മാതിരി ഒരു 180 കൂടി ആഡ് ചെയ്താൽ ഈ ആംഗിൾ കിട്ടും, അതായിരിക്കും 2 തീറ്റ P2. ഇനി നിങ്ങൾക്ക് ഈ ഡയഗ്രാം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. തീറ്റ P1ഉം തീറ്റ P2ഉം ട്രയാങ്കിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി സ്കെയിൽ വെച്ചിട്ടാണെങ്കിൽ ഡയറക്റ്റ്ലി മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇപ്പം ഡയഗ്രാം വെച്ചിട്ട് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിളിൽ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, ഈ ഡിസ്റ്റൻസ് ഈ വെർട്ടിക്കൽ ഹൈറ്റും അറിയാം, ഇതിപ്പം ഒരു എ ബി സി ഒരു ഡി എന്ന് വെച്ചാൽ ഇത് ഡിസ്റ്റൻസ് സി ഡിയും അറിയാം, ഡി വി അറിയാം. ഓക്കെ, സി ഡി ഈസ് ഈ ഡി വി 16 ആണ്, സി ഡി എന്ന് പറഞ്ഞാൽ 20 ആണ്. അല്ല 20 അല്ലല്ലോ, ഇത് തൊട്ടിട്ട് 10 ആണ് അല്ലേ. ഈ ഡിസ്റ്റൻസും സെയിം ആണ്. ഇത് ഈ സി ഡി മീൻസ് 10 എന്ന് വരും, അല്ലെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. ഈ ആംഗിൾ കിട്ടിയാൽ അതിൻ്റെ അതേ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത്. സോ ഈ സി ഡി ഈസ് 10 ഫ്രം ദ ഡയഗ്രാം യു ക്യാൻ ടേക്ക് സി ഡി ഈസ് ഈക്വൽ ടു 10 എന്ന് വരും, ആൻഡ് ഡി വി ഈസ് ഈക്വൽ ടു 16 എന്ന് വരും. സോ tan 2 തീറ്റ P1 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 16/10 എന്ന് വരും. സോ 2 തീറ്റ P1 എന്ന് പറഞ്ഞാൽ 58 അപ്രോക്സിമേറ്റ്ലി 58 ഡിഗ്രി എന്ന് വരും, ഓർ തീറ്റ P1 ഈസ് ഈക്വൽ ടു 29.0. ഓക്കെ, സോ ഇത് വെർട്ടിക്കൽ സർഫസിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വെർട്ടിക്കൽ സർഫസിനെ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന വെർട്ടിക്കൽ സർഫസിലായിരിക്കും സിഗ്മ 1 ഉണ്ടാവുക. ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു വെർട്ടിക്കൽ സർഫസ്, അതിലായിരിക്കും സിഗ്മ 1 എന്നുള്ള വാല്യൂ ഉണ്ടാവുക. ആൻഡ് ആംഗിൾ ഈസ് 29. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യലി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെ നമ്മൾ ഈ ഒരു സർഫസിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു 29 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന സർഫസിലായിരിക്കും സിഗ്മ 1 ആക്ട് ചെയ്യുക. സോ മാറ്റി വരച്ചാൽ ഇതാണ്. ഇവിടുന്ന് ഒരു 29 എടുത്തു, എന്നിട്ട് എലമെൻറ്റിനെ മാറ്റി വരയ്ക്കുക, റൊട്ടേറ്റ് ചെയ്തിട്ട് വരയ്ക്കുക. എന്നിട്ട് അവിടെ കിട്ടുന്ന വെർട്ടിക്കൽ സർഫസിൽ വേണം സിഗ്മ 1 മാർക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഞാനിത് വെർട്ടിക്കലായിട്ട് വരച്ചു. എലമെൻറ്റ് നിങ്ങൾ കറക്റ്റ് സൈസിലൊക്കെ വരയ്ക്കുക, അപ്പോൾ സൈസ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഈ ആംഗിൾ 29 ഡിഗ്രിയിലാണ്. അവിടെ കിട്ടിയ ഈ വെർട്ടിക്കൽ സർഫസിലായിരിക്കും സിഗ്മ 1 ആക്ട് ചെയ്യുക. പോസിറ്റീവ് വാല്യൂ ആണ് സിഗ്മ 1. സിഗ്മ 1 ഈസ് 48.9 മെഗാ പാസ്കൽ ആണ് സിഗ്മ 1. സോ സിഗ്മ 1 വന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിഗ്മ 1 ഈസ് ഈക്വൽ ടു 48.9 മെഗാ പാസ്കൽ. ഇനി അവിടെ നിന്ന് 90 ഡിഗ്രി, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനിലായിരിക്കും സിഗ്മ 2 ഉണ്ടാവും. ഈ രണ്ട് പ്ലെയിനിലും സിഗ്മ 2 ഉണ്ടാവും. സിഗ്മ 2ൻ്റെ വാല്യൂവും പോസിറ്റീവ് ആണ്, സോ ടെൻഷൻ ആണ്. സിഗ്മ 2 ഈസ് ഈക്വൽ ടു 11.13 മെഗാ പാസ്കൽ. അത് തന്നെ ഇവിടെയും വരും, സിഗ്മ 2 ഈസ് ഈക്വൽ ടു. സോ ഇതാണ് ഫസ്റ്റ് ആൻസർ. ഓക്കെ, നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് നിങ്ങളോട് ടോമാക്സ് കണ്ടുപിടിക്കാനാണ്. ടോമാക്സ് മീൻസ് ദ മാക്സിമം ഷിയർ സ്ട്രെസ്. ഈ ഫിഗറിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ സിമ്പിൾ ആണ്. ഇതിൽ വരുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് വാല്യൂ എന്ത് വരും? ടോമാക്സിൻ്റെ വാല്യൂ ഇതിൽ ടോമാക്സ് മീൻസ് മാക്സിമം വാല്യൂ മീൻസ് ഇതിൽ ഹയസ്റ്റ് പോയിന്റ്, ഈ ഹയസ്റ്റ് പോയിന്റ് ആയിരിക്കും ടോമാക്സ്. ഇതായിരിക്കും ടോമാക്സ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ റേഡിയസ് ആയിരിക്കും, നിങ്ങളെ ഈ വെർട്ടിക്കൽ ഹൈറ്റ് ആയിരിക്കും ടോമാക്സ്. അല്ലെങ്കിൽ നമ്മുടെ ഫിഗറിൻ്റെ റേഡിയസ് തന്നെ ആയിരിക്കും, മോർ സർക്കിളിൻ്റെ റേഡിയസ് തന്നെ ആയിരിക്കും ടോമാക്സ്. സോ ടോമാക്സ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഈസ് ഈക്വൽ ടു ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് 18.87 മെഗാ
പാസ്കൽ. ടോമാക്സ് കിട്ടി. സോ ഈ പോയിന്റ് ആണ് ടോമാക്സ് പോയിന്റ്. ഇതാണ് ടോമാക്സ് പോയിന്റ്. ഇതിൻ്റെ കൂടെ ഇത്രയും ഒരു ആവറേജ് സ്ട്രെസ്സും കൂടി ഉണ്ടാവും. ഇതാണ് ആവറേജ് സ്ട്രെസ്. സോ ഇതിൻ്റെ കോർഡിനേറ്റ്സ് മീൻസ് സിഗ്മ ആവറേജ് ടോ മാക്സ് ആയിരിക്കും. നൗ അതായത് ഈ പോയിന്റിൽ മാക്സിമം ഷിയർ സ്ട്രെസ് പോയിന്റിൽ ഇങ്ങനെ ഒരു നോർമൽ സ്ട്രെസ്സും കൂടി ആക്ട് ചെയ്യും. ഇനി അതിലേക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ടോമാക്സ് ആക്ട് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ നമ്മളെ റെഫറൻസ് HV ആണ് റെഫറൻസ് ലൈൻ. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ ആയിരിക്കും ടോമാക്സിലേക്കുള്ള ആംഗിൾ 2θs. ആംഗിൾ എടുത്താൽ ടോമാക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. സോ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഇതുവരെ ഈ ആംഗിൾ 2θp1 ആണ്. ഈ 2θp1 കൂടി ഒരു 90 ഡിഗ്രിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2θs കിട്ടി, 2θs1 കിട്ടി. ഓക്കെ. സോ ഇവിടെ ഈ 2θp1 പ്ലസ് 90 ഗിവ്സ് 2θs1. സോ നമുക്ക് അങ്ങനെ തന്നെ കണ്ടുപിടിക്കാം മെഷർ ചെയ്യുന്നതിന് പകരം. സോ 2θs1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് പ്രിൻസിപ്പൽ പ്ലസ് 90 ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു 148. 2θp1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 58 ആണ്. 58 പ്ലസ് 90 എന്ന് വരും. സോ 148 ഡിഗ്രി. സോ 148 ഡിഗ്രി അല്ലെങ്കിൽ θs is equal to 148/2, 74. ഇതെല്ലാം 74 പോയിന്റ് സംതിങ് എന്തോ ഉണ്ട്, ഞാൻ റഫ് അപ്രോക്സിമേറ്റ് ചെയ്തതാണ് ഓൾമോസ്റ്റ്. സോ θs is equal to 74. ഇനി ഇതിൻ്റെ ഇത്രയും നമുക്ക് തന്ന ഈ പ്ലെയിനിനെ ഇങ്ങനെ ഒരു θsൽ റൊട്ടേറ്റ് ചെയ്യാണ്, വെർട്ടിക്കൽ സർഫസിനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഇവിടെയും നമ്മൾ ആംഗിൾ എടുത്തുള്ളത് ഈ പോയിന്റ് നിന്നാണ്, ഈ വെർട്ടിക്കൽ സർഫസിൻ്റെ ലൈനിൽ നിന്നാണ് ആംഗിൾ എടുത്തിട്ടുള്ളത്. സോ വെർട്ടിക്കൽ സർഫസിനെ അത്രയും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോമാക്സ് കിട്ടും. ടോമാക്സ് കിട്ടിക്കഴിഞ്ഞാൽ ടോമാക്സിനെ വെട്ടിക്കഴിഞ്ഞാൽ എലമെൻറ്റ് നമുക്ക് മാറ്റി വരയ്ക്കാൻ പറ്റും. സോ ഇതാണ് ഇനീഷ്യൽ എലമെൻറ്റ് തന്നിട്ടുള്ളത്. ഈ എലമെൻറ്റിൽ മാർക്ക് ചെയ്യുക, എല്ലാ സാധനങ്ങളൊക്കെ മാർക്ക് ചെയ്യുക, നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. റൊട്ടേറ്റ് ചെയ്ത് ഒരു 74 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. ഇതാണ് 74 എന്ന് വെച്ചു. ദിസ് ആംഗിൾ ഈസ് 74. കുറച്ച് എൻലാർജ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഓക്കെ. 74 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന വെർട്ടിക്കൽ സർഫസിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. ഈ സർഫസിലാണ് ടോമാക്സ് ഉണ്ടാവുക. അപ്പോൾ അത് ഇവിടെ നോക്കുക, ഡയഗ്രത്തിൻ്റെ അപ്വേർഡ് ഡയറക്ഷനാണ്. നമ്മൾ മോർ സർക്കിളിൻ്റെ മുകളിലേക്കാണ്, ഈ ആക്സിസിൽ നിന്ന് ഇവിടേക്കാണ് പോയിട്ടുള്ളത്. സോ അപ്വേർഡ് ഡയറക്ഷൻ മീൻസ് ക്ലോക്ക് വൈസ് ആണ് നമ്മൾ ഡയറക്ഷൻ. സോ ഇങ്ങനെയായിരിക്കും ടോമാക്സ് ഉണ്ടാവുക. സോ ഇവിടെ അതിന് ഓപ്പോസിറ്റും വരും. ദെൻ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൊട്ടേഷൻ ഓപ്പോസിറ്റ് ആയിട്ട്, ഇതിപ്പം ക്ലോക്ക് വൈസ് ആണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇവിടെ ഉണ്ടാവും. ഇത്രയും ടോമാക്സ് ഉണ്ടാവും. സോ ടോമാക്സ് എന്നുള്ളത് എലോൺ അല്ല, ടോമാക്സിൻ്റെ കൂടെ എപ്പോഴും എന്തും കൂടി ഉണ്ടാവും, ഒരു സിഗ്മ ആവറേജും കൂടി ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം കൂടെ നോർമൽ സിഗ്മ ആവറേജ് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ടെൻഷൻ ആവറേജ്, ടെൻഷൻ വാല്യൂ സിഗ്മ ആവറേജ്. ഈ ആംഗിൾ 74 അല്ലെങ്കിൽ θs. അപ്പം ഇങ്ങനെയാണ് ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് ഇത്രയും ആംഗിൾ, ഈ T1 എലമെൻറ്റിനെ ഇത്രയും ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പം ആ സർഫസിൽ, അവിടുത്തെ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് മാക്സിമം ഷിയർ സ്ട്രെസ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. അപ്പം ഇത്രയും കിട്ടി. Now we have to calculate the third question, the answer for third question. The third question is you have to rotate the element എക്സ് ആക്സിസിന് ഒരു 50 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്ലെയിനിലുള്ള, അതിനെയാണ് എക്സ് ഡാഷ് എന്നുള്ള പേര് കൊടുത്തത്, ആ പ്ലെയിനിലുള്ള സ്ട്രെസ്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ചെയ്ത മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്തു, 50 ഡിഗ്രി ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. ഇതിനെ 50 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ സർഫസിനെ 50 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും മതി, രണ്ടും സെയിം ആണ്. സോ വെർട്ടിക്കൽ സർഫസിനെ ഇങ്ങനെ ആക്സിസ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് രണ്ടും സെയിം ആണ്. ഈ വെർട്ടിക്കൽ സർഫസ് അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ സർഫസിനെ ഒരു 50 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി. സോ മോർ സർക്കിളിൽ എന്ത് വരും, എലമെന്റിൽ 50 ഡിഗ്രി ആണ്. സോ മോർ സർക്കിളിൽ എന്ത് വരും, 100 ഡിഗ്രി വരും. 2 × 50 എന്ന് വരും. സോ ഈ പ്ലെയിനിനെ
ഇവിടെ നിന്ന് ഒരു 100 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇതായിരിക്കും 90. അവിടെ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 100 ഡിഗ്രി. ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇതാണ് നമ്മുടെ പുതിയ എക്സ് ഡാഷ് കോർഡിനേറ്റ്. ഇവിടെ കിട്ടുന്ന സ്ട്രെസ് ആയിരിക്കും സിഗ്മ എക്സ് ഡാഷ്. ഇവിടെ കിട്ടുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആയിരിക്കും സിഗ്മ എക്സ് ഡാഷ് വൈ ഡാഷ്. അതിന് നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നേരെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്നതായിരിക്കും സിഗ്മ വൈ ഡാഷും ടോ എക്സ് ഡാഷ് വൈ ഡാഷ്. ടോ എക്സ് ഡാഷ് വൈ ഡാഷ് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇത് കിട്ടണമെങ്കിൽ ഇനി ഈ പോയിന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ കോർഡിനേറ്റ് മെഷർ ചെയ്താൽ മതി. ഇവിടെ തൊട്ടിട്ട് ഇതിനെ നേരെ ഡ്രോപ്പ് ചെയ്യാം. ഈ കോർഡിനേറ്റ് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഈ ഡിസ്റ്റൻസും മെഷർ ചെയ്യാം. അതേപോലെ ഈ വെർട്ടിക്കൽ ഹൈറ്റും മെഷർ ചെയ്യാം. ഓക്കെ, കളർ മാറ്റുക. ഈ ഡിസ്റ്റൻസും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും മെഷർ ചെയ്യാം. മെഷർ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും, വാല്യൂസ് നോക്കുക, അതായിരിക്കും സിഗ്മ എക്സ് ഡാഷും ടോ എക്സ് ഡാഷ് വൈ ഡാഷും. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊന്ന് നീറ്റായിട്ട് വരച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നീറ്റാക്കി വരച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിന്. നമുക്ക് തന്ന ഗിവൺ സ്റ്റേറ്റ് ഓഫ് റെഫറൻസ്. അതിന്ന് 100 ഡിഗ്രി അല്ലെങ്കിൽ 50 ഡിഗ്രി എലമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള പ്ലെയിനിലുള്ള സ്ട്രെസ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ മോർ സർക്കിളിൽ അതിന് പകരം 100 ഡിഗ്രി ആക്കി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്വസ്റ്റ്യനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് തന്നത്. സോ വെർട്ടിക്കൽ സർഫസിൽ നിന്ന് 100 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്തു. സോ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടി. അപ്പോൾ ഈ പോയിന്റിലെ സ്ട്രെസ്സസ് ഇത് എക്സ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യനിൽ പേര് തന്നത്. സോ ഈ ഇതിൽ സിഗ്മ എക്സ് ഡാഷ് സ്റ്റോ എക്സ് ഡാഷ് വൈ ഡാഷിന് പേര് കൊടുത്തു. അതിന് നേരെ 180 ഡിഗ്രി ഓപ്പോസിറ്റ്, അതായത് നമ്മൾ ആക്ച്വൽ എലമെൻറ്റിൽ 90 ഡിഗ്രി, മോർ സർക്കിളിലാണെങ്കിൽ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ഉള്ള പ്ലെയിനിലായിരിക്കും സിഗ്മ വൈ ഡാഷും ടോ എക്സ് ഡാഷ് വൈ ഡാഷും ഉണ്ടാവുക. സോ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ കോർഡിനേറ്റ്, ഇത് കോർഡിനേറ്റ് സിഗ്മ എക്സ് ഡാഷ് ടോ എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് മീൻ ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസ് സിഗ്മ എക്സ് ഡാഷ് ആണ്. ഈ വെർട്ടിക്കൽ ഹൈറ്റ് ഇവിടെ തൊട്ട് ഇവിടേക്കുള്ള വെർട്ടിക്കൽ ഹൈറ്റ് ടോ എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്. എക്സ് കോർഡിനേറ്റ് സിഗ്മ എക്സ് ഡാഷും വൈ കോർഡിനേറ്റ് ടോ എക്സ് ഡാഷ് വൈ ഡാഷും ആണ്. ഇനി നമുക്ക് സിഗ്മ എക്സ് ഡാഷ് ഒന്നുമില്ലെങ്കിൽ മെഷർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഈ ഫിഗറിൽ മോർ സർക്കിൾ ഈ തന്ന ജോമെട്രി വെച്ചിട്ട് ട്രയാങ്കിൾ ഒക്കെ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. സോ ഇത് തൊട്ടിട്ട് നമുക്കറിയാം ഈ സെൻറ്റർ പോയിന്റ് തൊട്ടിട്ട് O തൊട്ടിട്ട് C വരെയുള്ള ഡിസ്റ്റൻസ് OC, ദ ഡിസ്റ്റൻസ് OC ഈസ് 30 മെഗാ പാസ്കൽ ആണ്, അല്ലെങ്കിൽ സിഗ്മ ആവറേജ് ആണ്. സോ ഈ സിഗ്മ എക്സ് ഡാഷ് മീൻസ് 30 പ്ലസ് ഇത് പ്ലസ് ഈ ഡിസ്റ്റൻസ് കിട്ടണം അല്ലേ? ഈ ബ്ലൂ കൊണ്ട് ഞാനിപ്പോൾ ഡാർക്ക് ആക്കി ഡിസ്റ്റൻസ് കിട്ടണം. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 18.87 കോസ് ഈ ആംഗിൾ ആണ്, 100 മൈനസ് 58 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 30 പ്ലസ് 18.87 കോസ് 100 മൈനസ് 58, അതായത് ഇതിൻ്റെ ഉള്ളത്തെ ആംഗിൾ, ഈ ആംഗിളാണ് കിട്ടേണ്ടത്. ഓക്കെ, സോ 100 മൈനസ് 58 എന്ന് വരും. 100 മൈനസ് 58 നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ ഇറ്റ് വിൽ ബി അറൗണ്ട് 44 മെഗാ പാസ്കലിന് ആൻസർ കിട്ടും. സിഗ്മ എക്സ് ഡാഷ് കിട്ടി. ഇനി അതേമാതിരി ടോ എക്സ് ഡാഷ് വൈ ഡാഷ് കിട്ടണം എന്ത് ചെയ്യണം? ഈ വെർട്ടിക്കൽ ഹൈറ്റ് കിട്ടണം. ഈ വെർട്ടിക്കൽ ഹൈറ്റ് മീൻസ് 18.87 സൈൻ ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളത്തെ ആംഗിളാണ്. സൈൻ 100 മൈനസ് 58 ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു 18.87 സൈൻ 100 മൈനസ് 58. So tau x dash y dash is equal to 12.63 മെഗാ പാസ്കൽ കിട്ടും. സോ ഇതാണ് നെക്സ്റ്റ് പറഞ്ഞ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് സിഗ്മ വൈ ഓൾസോ, സിഗ്മ വൈ ഡാഷ് ഓൾസോ. സിഗ്മ വൈ ഡാഷ് എങ്ങനെ കിട്ടും? എഗെയിൻ ഇവിടം തൊട്ടിട്ട് സി വരെയുള്ള ഈ ഡിസ്റ്റൻസ് 30 ആണ്, OC 30 ആണ്. OC എന്നുള്ള ഡിസ്റ്റൻസ് നിന്ന് ഈ ഒരു പോർഷൻ മൈനസ് ചെയ്യണം. സോ മൈനസ് ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ, ഈ ഇവിടുത്തെ ട്രയാങ്കിളിൻ്റെ ആംഗിൾ തന്നെയായിരിക്കും, ഈ ആംഗിളും സെയിം തന്നെയായിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളും സെയിം ആണ്. ഇവിടുത്തെ ആംഗിളും ഈ ആംഗിളും സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? 30 മൈനസ് ഇത് 18.87 ആണ്. 18.87 കോസ്
100 മൈനസ് 58 ഇതേപോലെ തന്നെ ഇവിടെ മൈനസ് സൈൻ ആയിട്ട് മാറും കാരണം നെഗറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം 30 മൈനസ് 18.87 cos 100 minus 58. So the answer will be around 15.98 megapascal. 15.98 megapascal. So that's